കർത്താവിന്റെ മഹത്വം ഒരിക്കൽ കൂടെ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഈ വർഷത്തിന്റെ പ്രാരംഭ ഞായറാഴ്ചയിൽ ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ആലയത്തിലും സൂമിലും അതുപോലെ ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ ഈ സന്ദേശത്തിനായി കാതോർക്കുന്ന എല്ലാ അനുഗ്രഹീതരായ ദൈവമക്കളെയും പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുകയും നിങ്ങൾക്ക് എല്ലാവർക്കും 2024 ദൈവിക അനുഗ്രഹങ്ങൾ പകരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മീക ശുശ്രൂഷയ്ക്കായി സമയങ്ങൾ വേർതിരിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. യേശു നല്ലവൻ, എന്നേശു നല്ലവൻ, അവന്റെ നാമം വലിയത്, ദയം നീക്കുമുള്ളത്. അവന്റെ നാമം വലിയത്, ദയം നീക്കുമുള്ളത്. വീരനായ ദൈവമായി നിത്യനാം പിതാവുമായി, വീരനായ ദൈവമായി നിത്യനാം പിതാവുമായി, ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നവൻ, ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നവൻ. യേശു നല്ലവൻ, എന്നേശു നല്ലവൻ, യേശു നല്ലവൻ, എന്നേശു നല്ലവൻ. അവന്റെ നാമം വലിയത്, ദയം നീക്കുമുള്ളത്. അവന്റെ നാമം ദയം നീക്കുമുള്ളത്. യേശു നല്ലവൻ, എന്നെ വീണ്ടെടുക്കുവാൻ സ്വന്ത ജീവനേകിയോൻ, എന്നെ വീണ്ടെടുക്കുവാൻ സ്വന്ത ജീവനേകിയോൻ. ഇന്നും എന്റെ പേർക്ക് പക്ഷപാതം ചെയ്യുന്നു, ഇന്നും എന്റെ പേർക്ക് പക്ഷപാതം ചെയ്യുന്നു. യേശു നല്ലവൻ, എന്നേശു നല്ല, ഒരുമിച്ച് പറഞ്ഞു, യേശു നല്ലവൻ, എന്നേശു നല്ലവൻ. അവന്റെ അവന്റെ നാമം വലിയത്, ദയം നീക്കുമുള്ളത്. യേശു നല്ലവൻ, ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും, ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും, ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവൻ, ഏഴയിൽ പകർന്ന യേശു. കൂടെ ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും, ഇത്ര വലിയ രക്ഷയും പദവിയും പ്രത്യാശയും, ഏഴയിൽ പകർന്ന യേശു എത്ര വലിയവൻ, ഏഴയിൽ പകർന്ന യേശു എത്ര നല്ലവൻ. യേശു നല്ലവൻ, എന്നേശു നല്ലവൻ, യേശു നല്ലവൻ, എന്നേശു നല്ലവൻ. അവന്റെ നാമം വലിയത്, ദയം നീക്കുമുള്ളത്. അവന്റെ നാമം യേശു നല്ലവൻ. ഹല്ലേലൂയ. 74 സങ്കീർത്തനം അതിന്റെ 3-ാമത് വാക്യം. 74 സങ്കീർത്തനം അതിന്റെ 3-ാമത് വാക്യം. നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വെക്കണമേ, ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു. നിത്യശൂന്യതയിൽ വെക്കുന്ന ദൈവത്തിന്റെ കാൽപാദം എന്ന വിഷയമായി ആസ്പദമാക്കി കഴിഞ്ഞ ചില ആഴ്ചകളായി നാം തുടർമാനമായി ഈ ഭാഗം പഠിച്ചു വരികയാണ്. ദൈവത്തിന്റെ സ്വന്തം അവകാശം, ദൈവം തിരഞ്ഞെടുത്ത തൻ്റെ സ്വന്തം ജനം, പണ്ട്
ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച ദൈവത്തിന് സ്വന്തം ജനം, തന്റെ മേച്ചൽപ്പുറത്തെ ആടുകളായവർ, അവർക്ക് നേരെ ദൈവത്തിന്റെ കോപം പുകയുന്നു. ദൈവത്തിന്റെ കോപം പുകഞ്ഞത് നിമിത്തം അവർ നിത്യശൂന്യങ്ങളിലേക്ക് പോകുന്നു. ദൈവത്തിന്റെ വചനം ആവർത്തിച്ച് ദൈവജനത്തോട് ഓർപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ വഴി വിട്ടു മാറിയാൽ നിങ്ങൾ ശൂന്യമായി മാറും, നിങ്ങളുടെ ദേശം ശൂന്യമായി മാറും. ദൈവത്തിന്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് ദൈവജനം പലപ്പോഴും അവൻ ദൈവത്തെ വിട്ടു മാറിയപ്പോൾ ശൂന്യങ്ങൾ സംഭവിക്കപ്പെട്ടു. ഇവിടെ നാം ഓർപ്പിച്ചു, ഇതിന്റെ പശ്ചാത്തലങ്ങളൊക്കെ ഞാൻ വിശദമായി ഓർപ്പിച്ചിട്ടുള്ളതാണ്. ആലയം മുഴുവൻ നശിപ്പിക്കപ്പെട്ടു, ദേശത്തുനിന്ന് ജനം ചിതറപ്പെട്ടു. അവസ്ഥ കണ്ടിട്ട് സംഗീതക്കാരൻ പ്രാർത്ഥിക്കുന്നു, ദൈവമേ നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വെക്കണം. ശത്രു നശിപ്പിച്ചിരിക്കുന്ന ഈ നിത്യശൂന്യങ്ങൾ മാറ്റം സംഭവിക്കണമെങ്കിൽ നിന്റെ കാലടി വെക്കണം, നിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ഇത് നാം ചിന്തിച്ചു വരികയാണ്. നാം ഒരുമിച്ച് ഇസ്രായേലിന്റെ ചരിത്രങ്ങളൊക്കെ വിശദമായി പഠിച്ചു. പിന്നത്തേതിൽ ശൂന്യതയുടെ കാരണം എന്തെന്ന് നാം പഠിച്ചു. എന്തുകൊണ്ട് ശൂന്യത വന്നു? പാപമാണ്, ദൈവത്തോടുള്ള ലംഘനമാണ് ശൂന്യതയ്ക്ക് കാരണം. ശൂന്യത മാറാൻ നാം എന്ത് ചെയ്യണം? നാം അത് പഠിച്ചു. നിർമ്മലീകരണം സംഭവിക്കപ്പെടണം, അല്ലെങ്കിൽ പാപം ക്ഷമിക്കപ്പെടണം, അകൃത്യം മാറണം. യോവൽ പ്രവൃത്തിയിൽ നിന്ന് നാം പഠിച്ചു, നമ്മെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം, അനുതപിക്കണം, ഉപവസിക്കണം. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി ദൈവസന്നിധിയിൽ മടങ്ങി വരാൻ തയ്യാറാകണം. കഴിഞ്ഞ ആഴ്ചയിൽ നാം പഠിക്കുകയുണ്ടായ യെശയ്യാപ്രവചനം 58-ാം അധ്യായത്തിൽ നിന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവ നിയമമനുസരിച്ച്, ക്രമമനുസരിച്ച്, വ്യവസ്ഥ അനുസരിച്ച് ഉപവസിക്കണം. എന്താണ് ഉപവാസം? അതെല്ലാം ഞാൻ ഓർപ്പിച്ചു. അങ്ങനെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും അനുദപിച്ചും മടങ്ങി വന്നും ദൈവസന്നിധിയിൽ ശൂന്യത മാറാൻ പ്രാർത്ഥിച്ചാൽ നിത്യശൂന്യങ്ങൾക്ക് ദൈവത്തിൽ നിന്നൊരു പരിഹാരമുണ്ടാകും. നാം അതാണ് നമ്മെ ചിന്തിച്ചു വരുന്നത്. അതിന്റെ പശ്ചാത്തലങ്ങളൊക്കെ നാം പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തു വന്നതാണ്. നാം കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു തുടങ്ങിയ ഭാഗത്തേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധയ്ക്ക് തിരിയാം. ദൈവത്തിന്റെ ആഗ്രഹം ജനം ഒരിക്കലും നിത്യമായി ശൂന്യതയിൽ കിടക്കാനല്ല, നിത്യശൂന്യതയിൽ ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഇസ്രായേൽ മക്കൾ ശൂന്യതയുടെ മേഖലയിൽ കൂടെ കടന്നു പോകുമ്പോഴും ശൂന്യതയുടെ അനുഭവങ്ങൾ ആയിരിക്കുമ്പോഴും ദൈവം അവരെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ച് അവർ ഞെരുക്കങ്ങളും കഷ്ടതകളും അനുഭവിക്കുമ്പോഴും ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്, അവർക്കൊരു മാറ്റമുണ്ടാകണം. അതിനുവേണ്ടി ദൈവം കാലാകാലങ്ങളിൽ ന്യായാധിപന്മാരെയോ പ്രവാചകന്മാരെയോ ഒക്കെ എഴുന്നേൽപ്പിച്ച് അവയെ സ്തോത്രപര പാപത്തിൽ നിന്ന് അവരെ മടക്കി വരുത്തി അവരോടുള്ള ദൈവിക മുന്നറിയിപ്പുകളെ നൽകി അവർ മടങ്ങി വരാൻ തയ്യാറാകുമ്പോൾ, അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞു വരാൻ തയ്യാറാകുമ്പോൾ അവരുടെ ശൂന്യതകൾ മാറി സ്തോത്രം അവർക്ക് ജീവിതത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടായി, ശൂന്യതകൾക്ക് പരിഹാരമുണ്ടാക്കിയത് നാം ചിന്തിക്കുകയുണ്ടായി. ഞാൻ ആ ഭാഗം വിട്ടിട്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തുടങ്ങിയ ഭാഗത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായമാണ് നാം പറഞ്ഞു തുടങ്ങിയത്. നാം അതിലേക്ക് വരുന്നു. ശ്രദ്ധിക്കണേ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ഞാൻ പറഞ്ഞു. അതിന്റെ ആദ്യ ഭാഗങ്ങൾ ഒന്ന് പറഞ്ഞു വന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നിട്ട് പറയുന്നു, ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ഞാൻ പറഞ്ഞു, ഇരുന്നു എന്നതിനേക്കാൾ ബിക്കെയിം ആയിത്തീർന്നു എന്നുള്ളതാണ്. ഭൂമി ശൂന്യമായും പാഴായും ആയിത്തീർന്നു. ശ്രദ്ധിക്കുക, ഭൂമി പാഴായും ശൂന്യമായും ആയിത്തീർന്നു. ദൈവം ഭൂമിയെ നിർമ്മിച്ചത് പാർപ്പിന് വേണ്ടിയാണ്. ഇരുമയ പ്രവചനത്തിൽ ഞാൻ ഓർപ്പിച്ചു, ഭൂമിയെ ദൈവം നിർമ്മിച്ചത് പാർപ്പിന് വേണ്ടിയാണ്, മനോഹരമായി നിർമ്മിക്കപ്പെട്ടതാണ്. പക്ഷേ ഈ ഭൂമി പാഴായി മാറി, ശൂന്യമായി മാറി. ദൈവത്തിന്റെ പദ്ധതി നിന്ന് മാറി ഭൂമി പാഴും ശൂന്യമായപ്പോൾ അവൻ ആഴത്തിന്റെ മീതെ ഇരുൾ വ്യാപരിക്കപ്പെട്ടപ്പോൾ, എന്നാൽ പൊയ്ക്കൊള്ളട്ടെ എന്ന് ദൈവം പറഞ്ഞില്ല. ശ്രദ്ധിക്കണേ, ഞാൻ അത് ഓർപ്പിച്ചതാ. അവൻ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് പാർപ്പിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭൂമി പാഴായി ശൂന്യമായി മാറിയപ്പോൾ പോയത് പോകട്ടെ എന്ന് പറഞ്ഞ് മറ്റൊന്നിനെ നിർമ്മിക്കാനല്ല ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായത്. എന്താണോ ശൂന്യമായി മാറിയത്, എന്താണോ പാഴായി മാറിയത്, അതിനെ റീക്രിയേറ്റ് ചെയ്യാൻ, അതിനെ ഒന്ന് പുനഃസ്ഥാപിക്കാൻ, ഒരു പുനഃസൃഷ്ടിയാക്കാൻ എന്റെ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നു. ഒരിക്കൽ കൂടെ ഞാൻ ആ ദൂതിനെ ആവർത്തിച്ചു പറയാ, ഒരു ബ്രൈക്കറ്റ് പീരീഡ് നിന്റെ മുമ്പിൽ ചിലതൊക്കെ ശൂന്യമായി മാറിയാൽ, ചിലതൊക്കെ പാഴായി പോയാൽ, ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, അത് എന്നും അങ്ങനെ ഇരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിലവിലിരിക്കുന്ന അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കി ദൈവത്തിന്റെ
പദ്ധതി അനുസരിച്ച് റീക്രിയേറ്റ് ചെയ്യാൻ ഇന്ന് പകലും ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ഒരിക്കൽ കൂടെ പറയാ, ഒരു ബ്രാക്കറ്റ് പിന്നീട് തലമുറകളാകട്ടെ, നിന്റെ ജീവിത സാഹചര്യമാകട്ടെ, വ്യക്തികളാകട്ടെ, നിന്റെ ആത്മീക നിലവാരമായിക്കൊള്ളട്ടെ, ശൂന്യമായി പോയെങ്കിൽ, പാഴായി പോയെങ്കിൽ, കൈവിട്ടുപോയെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാ പറയുന്നു, നിന്നെ മടക്കി കൊണ്ടുവരാൻ, പാഴായി പോയതിനെ, ശൂന്യമായി പോയതിനെ കൈവിട്ട് കളയാതെ അതിനെ റീക്രിയേറ്റ് ചെയ്യാൻ ഇന്ന് പകലും ദൈവത്തിന് ആഗ്രഹമുണ്ട്. എത്ര ദൈവമക്കൾ ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്ന ദൈവമക്കൾ ആദരം തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയട്ടെ. എന്റെ ദൈവം എപ്പോഴും തള്ളിക്കളയുന്ന ദൈവമല്ല. ശ്രദ്ധിക്കണേ, എന്റെ ദൈവമെന്നും ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ശ്രദ്ധിച്ചു വരിക ഭാഗത്തിലേക്ക്. സ്തോത്രം. ഞാൻ അത് അവിടെ നിർത്തിക്കൊണ്ടുണ്ട് കാര്യം എന്നെ മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മ ഓർപ്പിച്ചത് പറയാം. അത് സ്തോത്രം. ഒരിക്കൽ ഇരമ്യാവിനോട് ദൈവം പറഞ്ഞു, നീ കുശവന്റെ വീട്ടിലേക്ക് പോകുക. കുശവന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ സ്തോത്രം ദൈവം പറഞ്ഞു, അവിടെ വെച്ച് ഞാൻ എൻ്റെ വചനങ്ങളെ നിന്നെ പഠിപ്പിക്കാം. സ്തോത്രം. കുശവന്റെ വീട്ടിലേക്ക് അവൻ ദൈവം നിയോഗമനുസരിച്ച് ഇരമ്യാവ് പോകുന്നു. ഒരുപക്ഷെ ദിനം പ്രതി ചെയ്യുന്നത് പോലെ കുശവൻ കളിമണ്ണിന്മേൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുശവന്റെ മനസ്സിനകത്ത് അവൻ തന്റെ കരത്തിൽ ഇരിക്കുന്ന കളിമണ്ണിനെ കുറിച്ച് ഭയങ്കര പദ്ധതിയാണുള്ളത്. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നെ ഭയങ്കരമായി ദൈവം പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും ആഴമേറിയ ദൂതുണ്ട്, കുശവനും കളിമണ്ണും എന്ന ഭാഗം. അത് സ്തോത്രം. ഞാനിവിടെ ഒരിക്കൽ ഓർപ്പിച്ചതാണ്. ഞങ്ങളുടെ അപകടത്തിന് തൊട്ട് മുമ്പേ 2014 അവൻ അപകടത്തിന് തൊട്ട് മുമ്പുള്ള 40 ദിവസങ്ങൾ ഞങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവിനെ വളരെ ശക്തമായി പഠിപ്പിച്ച ഒരു മേഖലയാണ് കുശവനും കളിമണ്ണും എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഒരു കുശവൻ കളിമണ്ണിനെ രൂപപ്പെടുത്തിയെടുക്കുന്നതെന്ന് എന്നെ ഇരുത്തി ദൈവം പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിക്കാനുള്ള കാരണമുണ്ടായിരുന്നു. ഞാനെന്ന് പറഞ്ഞു, 2 ക്യാമ്പുകളിൽ എനിക്ക് ക്ലാസ് എടുക്കണമായിരുന്നു. സ്തോത്രം. എൻ്റെ ഉപവാസത്തിന്റെ അവസാന ദിനങ്ങളാണ് ഞാൻ ക്ലാസ് എടുക്കേണ്ടത്. അത് രണ്ടും ഏകദേശം ഒരുപോലെയുള്ള വിഷയമാണ്. ഈ ഭാഗമായി ചേർന്ന ഒരു ക്യാമ്പിന്റെ തീം തന്നെ കുശവനും കളിമണ്ണുമായിരുന്നു. സോ എനിക്ക് ആ ക്യാമ്പിൽ ക്ലാസ് എടുക്കേണ്ടത് കൊണ്ട് ഞാൻ ആ ഭാഗം ധ്യാനിക്കാനും പഠിക്കാനും ഇരുന്നപ്പോൾ എന്നെ ഒത്തിരി ദൈവാത്മാവ് പഠിപ്പിച്ചു. എനിക്കൊരു കാര്യം മനസ്സിലായി, കേവലം ക്യാമ്പിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി അല്ല അന്നേ ദൈവം അത് പഠിപ്പിച്ചത്. എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് അടുത്ത ദിവസങ്ങൾ അപകടം വന്നപ്പോ പിന്നെ എന്നെ രൂപപ്പെടുത്തിയെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി, ആ പഠനം കേവലം പ്രസംഗത്തിനല്ലായിരുന്നു, ജീവിതത്തിന് അനുഭവത്തിന് വേണ്ടിയായിരുന്നെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇന്ന് പകൽ പറയാം, എന്റെ ദൈവത്തിന്റെ പദ്ധതി ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇന്ന് പകലും ദൈവം ഒരിക്കലും ഒരാളെ തള്ളിക്കളയുന്ന ദൈവമല്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ? ഒരു നാളും ഇല്ല. അപ്പൊ സ്തോത്രം. അതെല്ലാം പോകട്ടെ, മറ്റൊരു ചിത്രത്തിൽ ഞാൻ ഈ ഭാഗത്തിലേക്ക് വരാം. അപ്പൊ സ്തോത്രം. ആമേൻ. ഇരമ്യാ പ്രവാചകനോട് പറഞ്ഞ് കുശവന്റെ വീട്ടിലേക്ക് പോകുക. ഞാൻ ഓർപ്പിച്ചല്ലോ, കുശവന്റെ വീട്ടിലേക്ക് ഇരമ്യാ പ്രവാചകൻ ചെല്ലുമ്പോൾ കുശവൻ കളിമണ്ണിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ കുശവൻ ഈ കളിമണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്ന് തന്റെ കരങ്ങളിൽ എടുക്കുന്നത് ഒറ്റ സുപ്രഭാതത്തിൽ സംഭവിക്കപ്പെടുന്ന ഒരു കാര്യമല്ല. ദീർഘദിവസങ്ങളിലെ കഠിനാധ്വാനത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ഈ കുശവൻ തന്റെ കരത്തിൽ ഈ കളിമണ്ണിനെ കൊണ്ടെത്തിച്ചത്. എവിടെയോ കിടന്ന കളിമണ്ണിനെ, എവിടെയോ നിലത്ത് കിടന്നതിനെ അവൻ വില കൊടുത്തു വാങ്ങി അതിനകത്തിലെ സകലതിനെയും മാറ്റി. ഞാൻ ഒറ്റ വാക്കിൽ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി അതിനകത്ത് ആഴമായ ചിന്തകളുണ്ടെങ്കിലും അപ്പൊ ഒറ്റ വാക്കിൽ പറയാം, നാളുകളായി അതുമായി ബന്ധപ്പെട്ട് കിടന്ന പലതിനെയും, നാളുകളായി ഇതിനോട് ഇടപഴകി ചേർന്ന പലതിനെയും, ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. ഈ കളിമണ്ണുമായി വർഷങ്ങളായി ഇടപഴകി കിടന്ന പലതിനെയും ഈ കുശവൻ എടുത്തു കളഞ്ഞ് അതിനെ രൂപപ്പെടുത്തി എടുക്കാനുള്ള പദ്ധതി അനുസരിച്ച് നാളുകളായി ഉണ്ടായിരുന്ന ഇടത്ത് നിന്ന് വില കൊടുത്തു വാങ്ങി. വില കൊടുത്തു വാങ്ങി. ഒരുപക്ഷെ വില വാങ്ങിയവർക്ക് എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ കുശവൻ വില കൊടുക്കുമ്പോൾ തന്നെ ആ കുശവന്റെ മനസ്സിനകത്ത് ഒരു ചിന്തയുണ്ട്, ഒരു സ്വപ്നമുണ്ട്. ഈ കിടക്കുന്ന കളിമൺ ഇന്ന് പുല്ലും കട്ടയും കല്ലുമൊക്കെയായി ചേർന്ന്, നാരും ചകരിയുമായൊക്കെ ചേർന്ന് ഇടപഴകി കിടക്കുന്ന ഈ കളിമണ്ണിനെ എൻ്റെ കയ്യിലെടുത്തിട്ട് എനിക്കിതിനെ രൂപപ്പെടുത്തി എടുത്തിട്ട് ഒരു മനോഹര
പാത്രമാക്കണമെന്നുള്ള ദർശനത്തോടുകൂടെ വില കൊടുത്തതിനെ വാങ്ങി. ഇന്ന് പകൽ ഞാൻ പറയാം, ദൈവത്തോട് ബന്ധമില്ലാതെ ലോകത്തോടും ലോകത്തിന്റെ ഇടപാടുകളോടും പാപത്തോടും പാപത്തിന്റെ ചിന്തകളോടും ജഡത്തോടും ജഡവികാരങ്ങളോടും കൂടെ അവൻ ഇടപഴകിക്കിടന്ന നമ്മെ രക്തം നൽകി വിലയ്ക്ക് വാങ്ങിയതിന്റെ പിൻപിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എന്റെ കുടപ്പുറപ്പേ, ഇന്ന് പകൽ ഒരിക്കൽ കൂടെ പറയാം, ഈ 2024 ജീവൻ നൽകിയതിന്റെ പിൻപിൽ, ആയുസ് ദീർഘമാക്കിയതിന്റെ പിൻപിൽ ഉടമസ്ഥനൊരു പദ്ധതിയുണ്ട്, ഉടമസ്ഥനൊരു ആഗ്രഹമുണ്ട്. 23 അത് പൂർത്തിയാക്കിയിരുന്നെങ്കിൽ 24 ദൈവം നമ്മെ പ്രവേശിപ്പിക്കില്ലായിരുന്നു. ഓ, തിരിച്ചറിഞ്ഞോ ഞാൻ പറഞ്ഞത്? കേട്ടോ ഞാൻ പറഞ്ഞത്? 23 നമ്മെ കുറിച്ചുള്ള പദ്ധതികൾ അവസാനിച്ചിരുന്നെങ്കിൽ 24 നമ്മൾ കയറില്ലായിരുന്നു. പക്ഷെ എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ സ്വപ്നം ഇന്നും അവശേഷിക്കുന്നു. കമോൺ, ഒരിക്കൽ കൂടെ പറയാ, ദൈവത്തിന്റെ സ്വപ്നം ഇന്നും അവശേഷിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഞാനോ നിങ്ങളോ ആയിട്ടില്ലെന്നത് സത്യമാണ്. 24 ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഈ പകലിൽ ദൈവാത്മാവ് പറയാ, 24 ദൈവ പദ്ധതിക്ക് സമർപ്പിതരായി മാറട്ടെ. ഈ കുശവനെ ഈ കളിമണ്ണ് വിലയ്ക്ക് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് അതുമായി ഇടപഴകി കിടന്ന നാളുകളായി ചേർന്ന് കിടന്ന് കട്ടയും കല്ലും നാരും പുല്ലും എല്ലാം പിറക്കിക്കളഞ്ഞ് ഇതിനെ രൂപപ്പെടുത്തി എടുക്കുകയാ. വേഗം ഞാൻ പറയാം, കാവേസ്തോത്ര കുശവന്റെ കയ്യിൽ ഇണങ്ങിയ നിലയിലേക്ക് കളിമണ്ണ് ആകണമെങ്കിൽ, ഇതിനെ കുഴച്ച് പരുവമാക്കി എടുക്കണമെങ്കിൽ ഒറ്റ നിമിഷം കൊണ്ട് പറ്റില്ല. ഒന്നുകൂടെ പറയാം, വെള്ളം കൂടിയാ പറ്റില്ല. വെള്ളം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും സൗകര്യമാർക്ക്. അവൻ പുട്ടിന് നനച്ചിട്ട് വെള്ളം കൂട്ടിയാൽ പിന്നെ അപ്പം മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞ പോലെയുള്ളൂ. അവൻ സ്തോത്രം, അവൻ നനയ്ക്കുന്നതിന് പരുവമുണ്ട് അല്ലേ? ഹല്ലേലൂയ. കൂടുതലുമില്ല കുറവില്ല കർത്താവേ എന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്തു. പറ്റിയ പരുവത്തിനാണ് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. കട്ടി കൂടുതലാണെങ്കിൽ വെള്ളം കൂട്ടി ഒഴിക്കും, ചവിട്ട് കൂടുതൽ കിട്ടും. കട്ടി കുറവാണെങ്കിൽ ചവിട്ട് കുറവായിരിക്കും. മനസ്സിലാവുക? സ്തോത്രം. ചവിട്ട് കൂട്ടി കിട്ടുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നമ്മുടെ കട്ടി ഇച്ചിരി കൂടുതലാണ്. ഓ ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ചവിട്ട് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അവൻ അതിന്റെ അർത്ഥം നമ്മുടെ കട്ടി ഇച്ചിരി കൂടെ. എത്ര കട്ടിയായാലും പരുവത്തിന് ദൈവമാക്കും. പോകട്ടെ, കൃത്യമായ വെള്ളമൊഴിച്ച് കുശവന്റെ കയ്യിൽ ഇണങ്ങിയ കളിമണ്ണാക്കി അതിനെ മാറ്റി. ഞാൻ പറയല്ലോ, ഭയങ്കര ദൂതുള്ള അതുമായി ബന്ധപ്പെട്ട അതിലേക്ക് ഞാൻ പോകുന്നില്ല. കർത്താവേ സ്തോത്രം. ഇരമ്യാ പ്രവാചകൻ കാണുന്നത് കുശവൻ കളിമണ്ണിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കിക്കേ, അപ്പൊ ദൈവത്തിന് കുശവന് ഈ കളിമണ്ണിനെ കുറിച്ച് വലിയ പദ്ധതിയായിരുന്നു ഉണ്ടായിരുന്നത്, വലിയ ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ നാം ഇങ്ങനെ വായിക്കുന്നു, അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കളിമണ്ണിൽ കുശവൻ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അവയെ സ്തോത്രം കുശവന്റെ കയ്യിൽ വെച്ച് ആ പാത്രം ചീത്തയായി പോയി. എന്റെ ദൂതനാണ്. കുശവന്റെ കയ്യിൽ വെച്ച് ആ പാത്രം എന്തിനു വേണ്ടി വിളിച്ചോ, എന്തിനു വേണ്ടി സ്വപ്നം കണ്ടോ, നാളുകളായി വില കൊടുത്ത് എന്തിനു വേണ്ടി സ്വപ്നം കണ്ട് വളർത്തിയോ, എന്തിനു വേണ്ടി സ്വപ്നം കണ്ട് അവയെ ശേഖരിച്ച് മുൻപോട്ട് കൊണ്ടുവന്നോ, തൻ്റെ സ്വപ്നമെല്ലാം ഒരു നിമിഷം ഇല്ലാതാക്കി കയ്യിൽ വെച്ച് ചീത്തയായി പോയി. ഞാൻ ഇന്ന് പകൽ ഈ ദൂത് പറയുമ്പോൾ ഓർക്കുക, മാതാപിതാക്കൾ ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുക. നാളുകളായി വില കൊടുത്ത് പ്രാർത്ഥിച്ചും കരഞ്ഞും ഉപവസിച്ചും അവയെ ആഗ്രഹിച്ചും വളർത്തിക്കൊണ്ട് വന്നിട്ട് ഒറ്റ നിമിഷങ്ങളിൽ നിങ്ങൾ ഉടഞ്ഞു പോയാൽ ദൈവത്തിന് നിങ്ങളുടെ മാതാപിതാക്കൾക്കും സങ്കടമുണ്ടാകും. ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾ? ഹലോ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് സ്വപ്നമുണ്ട്. കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് സ്വപ്നമുണ്ട്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സ്വപ്നമുണ്ട്, സഭയ്ക്കൊരു സ്വപ്നമുണ്ട്. ഹലോ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് സ്വപ്നമുണ്ട്, മാതാപിതാക്കൾക്ക് സ്വപ്നമുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് ഉടഞ്ഞു പോകരുത്. പക്ഷെ ഇന്ന് പകൽ ഞാൻ പറയാം, എവിടെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ അവയെ പ്രതീക്ഷ കൈവിടരുത്. എൻ്റെ കർത്താവ് തള്ളിക്കളഞ്ഞിട്ടില്ല. ഞാൻ ആ ദൂതിലേക്ക് വന്നത്, കുശവന്റെ കയ്യിൽ ഉടഞ്ഞു പോയി അവ ചീത്തയായി പോയി എന്നത് ശരിയാണ്. പക്ഷെ എന്നെ പലപ്പോഴും ധ്യാനിക്കുമ്പോൾ കണ്ണ് നനയിപ്പിച്ചിട്ടുള്ള ഭാഗം അതാണ്. ഓ, ഇത് പോയല്ലോ എന്ന് പറഞ്ഞ് അടുത്തതെടുക്കാമെന്ന് പറഞ്ഞ് ഈ കളിമണ്ണിനെ വലിച്ചെറിഞ്ഞില്ല. അതാണ് ക്രിസ്തുവിന്റെ സ്നേഹം. ഇവിടെ ഉണ്ടോ നിങ്ങൾ? ഒരിക്കൽ കൂടെ ഞാൻ പറയാ, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഈ പാത്രമായില്ലല്ലോ, ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഇതായില്ലല്ലോ,
എന്റെ സ്വപ്നം പോലെ ഇതായില്ലല്ലോ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തില്ല? പറഞ്ഞേ, ഉടച്ചു കളഞ്ഞില്ല, അതിനെ എടുത്തെറിഞ്ഞില്ല. കേട്ടോ, എടുത്തെറിഞ്ഞില്ല. മാതാപിതാക്കൾ ശ്രദ്ധിച്ചോ, കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചോ. എന്റെ ദൈവത്തിന്റെ സ്നേഹം എന്നറിയാമോ? ശരിയാ, അല്പം നീ ഒന്ന് ഉടഞ്ഞു പോയി, അല്പം നിനക്കൊരു തകർച്ച നേരിട്ടു, അല്പം നീ ഒന്ന് അകന്നുപോയി. ശരി, നിന്റെ മനസ്സിനകത്തൊരു കുറ്റബോധമുണ്ടെങ്കിൽ, ഇന്ന് പകൽ പാപബോധം അകത്തുണ്ടെങ്കിൽ, മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ കുശവൻ നിന്നെ മറ്റൊരു പാത്രമാക്കി എടുക്കും. ഹല്ലേലൂയ. ഈ അതിനകത്ത് മറ്റു ചില ദൂതമുണ്ട് കേട്ടോ. ആഗ്രഹിച്ചത് പറ്റിയില്ല, പക്ഷെ അത് വേറെ ഭാഗം. പോട്ടെ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതെടുത്താൽ പിന്നെ ഒരു ഭാഗത്തേക്ക് വേണ്ടി വരും. അതെങ്ങനെ പോകുന്നില്ലെങ്കിലും ഒരു കാര്യമാണ്, ഉടച്ചു കളഞ്ഞില്ല, എറിഞ്ഞു കളഞ്ഞില്ല. ഞാൻ ആ ഭാഗം പറയാനാ വന്നത്. എൻ്റെ ദൈവത്തിന്റെ പ്രത്യേകത, ചീത്തയായി പോയതിനെ ദൈവം എന്ത് ചെയ്യത്തില്ല? എറിയത്തില്ല. അയ്യോ, അങ്ങനെ എറിയാനായിരുന്നെങ്കിൽ എന്നേ നമ്മളൊക്കെ. മനസ്സിലായോ? എൻ്റെ ദൈവം എന്നെ എറിഞ്ഞു കളയാതെ, ഉടച്ചു കളയാതെ ഇന്നും സൂക്ഷിക്കുന്നു. ഒന്ന് നന്ദി പറയാൻ പറ്റുമോ? ഹൃദയം തുറന്ന് നന്ദി പറയാൻ പറ്റുമോ? നമ്മുടെ ഇരിപ്പ് കണ്ടിട്ട് അതിൻ്റെ പാസ്റ്ററെ ഞങ്ങൾ അങ്ങനെയൊന്നും ചീത്തയായിട്ട് ഇന്ന് നല്ല റെഡി ആയിരിക്കുക എന്നുള്ള ഇരിപ്പാണോ? അല്ലെന്ന്. എത്രയോ പ്രാവശ്യം നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആയില്ല, ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആകാതെ എത്രയോ പ്രാവശ്യം നമ്മൾ പാഴായിപ്പോയി. നമ്മൾ പാടാറുള്ളത് പോലെ ജീവിതത്തിൽ പല തെറ്റുകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ച് പാലിക്കുന്ന ദൈവത്തിന് നന്ദി എന്ന് പറയാൻ കഴിയുന്നെങ്കിൽ ഒരിക്കൽ കൂടെ കരമുയർത്തി നന്ദി പറയട്ടെ. യശയ്യാപ്രവാചകൻ പറയുന്നു, ചതഞ്ഞ ഓട എന്ത് ചെയ്യത്തില്ല? ഒടിച്ചു കളയില്ല. പുകയുന്ന തിരി അവൻ. മനുഷ്യന്റെ ചിന്ത പുകഞ്ഞ കൊള്ളി അല്ലേ? മനുഷ്യന്റെ ലോജിക്ക് എന്താ? പുകഞ്ഞ കൊള്ളി പുറത്ത്. പക്ഷേ വേദവശം പറയുന്നു, പുകയുന്ന തിരി അവൻ കിടത്തി കളയില്ല. ആമേൻ, ഹല്ലേലൂയ. നിന്റെ തീ നഷ്ടപ്പെട്ടോ? പുകഞ്ഞു തുടങ്ങിയോ? കർത്താവ് പറയും, നിന്നെ ഞാൻ എടുത്ത് കളയല്ല, നിന്നെ ഞാൻ കെടുത്തി കളയല്ല, ചേർത്ത് വെച്ച് കത്തിക്കും. ഇനിയും നീ കത്തണം, ഇനിയും നീ അഗ്നിയാകണം. നീ പാഴായി പോകാൻ ദൈവം അനുവദിക്കില്ല. ഞാൻ ഈ ദൂത് എന്തുകൊണ്ട് പറയുന്നറിയാമോ? ഈ വചനത്തിന് ദൂത് ഞാൻ ആത്മാൽ പറയുമ്പോൾ ആലയത്തിനകത്ത് മാത്രമല്ല, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഈ സന്ദേശങ്ങൾ കമ്മി ആരെങ്കിലുമൊക്കെയോ തകർന്നിരിക്കുകയാണെങ്കിൽ, എൻ്റെ ദൈവമേ, എനിക്കിനി മുന്നേറാൻ പറ്റത്തില്ലല്ലോ, ഞാനൊന്ന് പാഴായി പോയല്ലോ, ഞാനൊന്ന് ശൂന്യമായി പോയല്ലോ എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ, ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയുന്നു, നിന്റെ ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല, നിന്റെ ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. നിത്യതയോടെ ഞാൻ നിന്നെ ചേർക്കും. യശയ്യാപ്രവചനം 54-ാം അധ്യായം അതല്ലേ? ഞാൻ ക്രോധാധിക്യം കൊണ്ട് നിന്നെ അല്പനേരത്തേക്ക് എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. പക്ഷേ നിത്യതയോടെ ഞാൻ നിന്നെ വീണ്ടും ചേർക്കും. ദൈവത്തിന്റെ പദ്ധതി എപ്പോഴും, ഞാൻ ആ ഭാഗം പറയാൻ വേണ്ടി, ദൈവത്തിന്റെ പദ്ധതി എപ്പോഴും ഉടച്ചു കളയുന്നതല്ല, ശൂന്യമാക്കുന്നതല്ല. കഴിഞ്ഞ ദിവസം ദൈവദാസന്റെ ശക്തമായ സന്ദേശം ഞാൻ ഇങ്ങനെ കേൾക്കുകയായിരുന്നു. സ്തോത്രം. ഒരുവനെ തകർത്ത് കളയാൻ, ഒരുവനെ മുടക്കാൻ, ഒരുവനെ ഉടയ്ക്കാൻ എളുപ്പമാണ്, ഒരുവനെ മാറ്റി നിർത്താൻ എളുപ്പമാണ്. ഹല്ലേലൂയ. ചേർത്ത് നിർത്താൻ ബുദ്ധിമുട്ടാണ്. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ എളുപ്പമാണ്. നീ പാഴായിപ്പോ എന്ന് പറഞ്ഞ് മുടക്കി വെക്കാൻ എളുപ്പമാണ്. ഭയങ്കര ശക്തമായ സന്ദേശമായിരുന്നു. എന്നെ ഭയങ്കര, ഞാനൊരു 3 പ്രാവശ്യം ആ വാക്കുകൾ ഞാൻ ചേർത്ത് പിന്നെ ആവർത്തിക്കാൻ കേട്ടു. സ്തോത്രം. മുടക്കാൻ എളുപ്പമാണ്, ചേർത്ത് പിടിക്കാൻ പ്രയാസമാണ്. എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത തള്ളിക്കളയുന്നവനല്ല, ചേർത്ത് പിടിക്കുന്നവൻ. ചേർത്ത് പിടിക്കുന്ന കർത്താവിന് നന്ദി പറയാമോ? എത്ര പേർ പറഞ്ഞത്, കർത്താവേ നീ എന്നെ ചേർത്ത് നിർത്തിയത് കൊണ്ട്, ഇന്ന് പകൽ പറ, എന്റെ കർത്താവിനെ ചേർത്ത് നിർത്തിയത് കൊണ്ട്. ഞാൻ ആവർത്തിച്ചു പറയാറില്ലേ, പത്രോസേ നിന്നെ പാറ്റിക്കളയാൻ പലവട്ടം ചോദിച്ചതാ, പക്ഷെ ഞാൻ അനുവദിച്ചില്ല. ഞാൻ നിന്നെ ചേർത്ത് നിർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഞാൻ ഈ ഭാഗങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പിന്നീട് പറഞ്ഞു വരാം. ആ ഭാഗങ്ങൾ വ്യക്തിപരമായി സ്തോത്രം വ്യക്തികളെയൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ ആ ഭാഗം മനസ്സിലാക്കാൻ പറ്റും. ഈ തുറമാനമായി പഠിക്കുമ്പോൾ ആ ഭാഗം ഞാൻ പറയാം. പാഴായി പോയെന്നോ ഇല്ലാതായി പോയെന്നൊക്കെ പറഞ്ഞതിനെ ദൈവം ചേർത്തെടുത്ത് മടങ്ങി വരാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഭാഗം ഇതാണ്: പാഴും ശൂന്യമായി പോയ ഭൂമി. പക്ഷേ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അർത്ഥാൽ പോരുന്നിരുന്നു, അർത്ഥാൽ ആടയിരുന്നു. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പോരുന്നിരുന്നു. കറക്റ്റ് വാക്കതാ, ആടയിരുന്നു. ഞാൻ പറഞ്ഞു, കോഴിമുട്ടയുടെ മുകളിൽ 21 days ആടയിരിക്കുന്നത് പോലെ, 21 ദിവസം ആടയിരുന്നത് പോലെ. സ്തോത്രം. മുട്ടയ്ക്കകത്തൊന്നും കാണാൻ പറ്റുന്നില്ലെന്ന് ശരിയാണെങ്കിലും പോരുന്നിരുന്ന് പിന്നത്തേതിൽ കുഞ്ഞ് പുറത്തു വരുന്നത് പോലെ. നമുക്ക് ചോദിക്കാം, എന്തേ ആത്മാവേ, ശ്രദ്ധിക്കണേ, എന്തേ ആത്മാവേ നീ മാറാത്തത്? ഇത് പാഴായി പോയതല്ലേ, ഇത് ശൂന്യമായി പോയതല്ലേ, ആഴത്തിന്റെ മീതെ ഇരുൾ വ്യാപരിച്ചു കിടക്കുകയല്ലേ, പിന്നെ എന്തേ നീ മാറാത്തത്? ആത്മാവിനൊരു മറുപടി പറയാനുണ്ട്. എന്നും ഇങ്ങനെ ശൂന്യമായി കിടക്കാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്ന് പകൽ അതൂത് ഒരിക്കൽ കൂടെ പറയാ. നിന്റെ തലമുറയെ നോക്കി നീ പറ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ നോക്കി നീ പറ, എന്നും പകർച്ച അനുഭവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആത്മാവ് പൊരുതിരിക്കും. ഓ, യേശുവിന്റെ നാമത്തിൽ ആത്മാവ് പൊരുന്നിരിക്കും. ശ്രദ്ധിക്കുക, ആത്മാവ് പൊരുന്നിരുന്നു. ഞാൻ അതൂത് ഒന്നുകൂടെ ശാന്തമായി പറയാം. ഒരു ബ്രാക്കറ്റ് പീരീഡ്, ഞാനിത് പറയുന്നത് ആവർത്തിച്ച് പറയുന്നത് എനിക്കറിയാം, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ബ്രാക്കറ്റ് പീരീഡ് ഇരുള് മാത്രമേ നിനക്ക് കാണാനുള്ളെങ്കിലും, ഒരു ബ്രാക്കറ്റ് പീരീഡ് ഒന്നും നിന്റെ മുമ്പിൽ വെളിപ്പെട്ടില്ലെങ്കിലും, ഒരു ബ്രാക്കറ്റ് പീരീഡ് സകലതും നിന്റെ മുമ്പിൽ ബ്ലാങ്ക് ആയി കിടക്കുകയാണെങ്കിലും, ഒന്നിനും ഒരു എത്തും പിടിയും കിട്ടാതെ കിടക്കുകയാണെങ്കിലും, നീ അറിയാത്തൊരു കാര്യമാണ് സംഭവിക്കുന്നുണ്ട്. വെള്ളത്തിന്റെ മീതെ ദൈവത്തിന്റെ ആത്മാവ് പൊരുതിരിക്കുക. വിശ്വസിക്കുന്നവർ ഇന്ന് മകൾ കരമടിച്ച് ആത്മാവിൽ സ്തുതിച്ചോ. എന്റെ ജീവിതാനുഭവത്തിൽ എനിക്കും നിങ്ങൾക്കും അത് പറയാൻ പറ്റും. ചില കാലഘട്ടങ്ങൾ എല്ലാം ബ്ലാങ്ക് ആയി പോയിട്ടുണ്ട്. എന്റെ ദൈവമേ, എന്ത് ചെയ്യുമെന്നറിയാതെ. ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു, ചിലതിനെ നോക്കി ആത്മാവ് ഇന്ന് പകൽ പറയുന്നു, നിന്റെ മുമ്പിൽ ഒന്നും കാണാൻ കഴിയാതെ സകലതും ബ്ലാങ്ക് ആയി കിടക്കുകയാണെങ്കിൽ 2023 പ്രതീക്ഷിച്ചതൊന്നും അവൻ നടന്നില്ല. 2024 അങ്ങനെയാകുമെന്നാണ് നിന്റെ മനസ്സ് പറയുന്നതെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ 2024 ദൈവത്തിന്റെ ആത്മാവ് പൊരുന്നതിന്റെ, ആത്മാവ് അടയിരുന്നതിന്റെ വെളുത്തം നീ കാണാൻ പോകുക. വിശ്വസിക്കുന്നവർ കരപടി ആത്മാവിലെ ദൂത് സ്വീകരിച്ചു. ചില വിടുതലുകൾ കാണാൻ പോകുന്നു, ശൂന്യതകൾ മാറാൻ പോകുന്നു, പാഴായി പോയ ചില മേഖലകൾ ഇന്ന് പകൽ ചേഞ്ച് ആകുന്നത്, റീക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ വെറുതെ പറയുകയല്ല, പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുന്നു. ചിലതിനെ നോക്കി ആത്മാവ് പ്രവചന ആത്മാവിൽ പറയുന്നു, ചിലതിന്റെ ബ്ലാങ്ക് ആയി പോയ ചില മേഖലകളിൽ വെളിച്ചം ഉദിക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ദൈവം ആദ്യമായി ചെയ്തത് വെളിച്ചമുണ്ടാകട്ടെ. ആ ഭാഗം നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ, ആഴത്തിന്റെ മീതെ, വേഗം വരാം. ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു, ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു. നിക്ക്, ആഴത്തിന്റെ മീതെ ഇരുൾ, ഒന്നും കാണാൻ കഴിയുന്നില്ല, ബ്ലാങ്ക് ആയി കിടക്കുക. പക്ഷേ നിങ്ങൾ ആ വാക്യം അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു വരാം. അവൻ ആഴത്തിന്റെ മീതെ ഇരുളുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ചില്ല. തൊട്ടടുത്ത് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ. എന്നെ ചിന്തിപ്പിച്ചൊരു ഭാഗമുണ്ട്. ഒരു ഭാഗത്ത് ഒന്നും കാണാൻ കഴിയാതെ ഇരുള് വ്യാപരിച്ചപ്പോ, ഒന്നും കാണാൻ കഴിയാതെ സകലതും ബ്ലാങ്ക് ആയി കിടന്നപ്പോ ദൈവത്തിന്റെ ആത്മാവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആ ദൂത് ഒന്നുകൂടെ പറഞ്ഞ് നിർത്താം. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞ ആവർത്തേക്ക് അവൻ ആ ഭാഗത്തിലേക്ക് ഞാൻ കടന്നു പോയി നിർത്താം. ശ്രദ്ധിക്കണേ, നിന്റെ ജീവിതത്തിനകത്തെല്ലാം ബ്ലാങ്ക് ആണെങ്കിലും, ഒരുപക്ഷെ കൺട്രോൾ ഇല്ലാതെ പോയെങ്കിലും, ഒന്നിനും ഒരു പരിസമാപ്തി കാണാൻ കഴിയാതിരിക്കുകയാണെങ്കിലും, നീ കാണാതെ ഒരാത്മ സാന്നിധ്യമുണ്ട്.
നിനക്ക് കാണാൻ കഴിയാത്തൊരു ആത്മസാന്നിധ്യം അതിനകത്തുണ്ട്. ഒന്നുകൂടെ പറയാം, നിന്റെ കുഞ്ഞുങ്ങൾ എവിടെയാണെങ്കിലും, നിന്റെ പ്രിയപ്പെട്ടവർ എവിടെയാണെങ്കിലും, നിന്റെ വിഷയം എന്ത് വലുതാണെങ്കിലും നീ അറിയാത്തൊരു ആത്മസാന്നിധ്യം കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് ഇന്ന് പകൽ എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? പരിശുദ്ധാത്മാവിനോട് അങ്ങനെ ആവർത്തിച്ച് പറയാൻ പറയുന്നു. ദൈവത്തിന് ആത്മാവ് നിന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ദൈവത്തിന് ആത്മാവ് ചിലതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. വെള്ളം മൂടിക്കിടക്കുന്ന മേഖലയാണെങ്കിലും ദൈവത്തിന് ആത്മാവ് ചിലതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് അതൊന്നുകൂടെ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അതറിയത്തില്ലെങ്കിലും സ്തോത്രം, ഇന്നലകളിലെ മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് മാതാക്കൾക്ക് അറിയാം. ഒരു സ്തോത്രം 10 20 അല്ലെങ്കിൽ 30 അല്ല അത്രയും പക്കത്തിൽ പോകട്ടെ, എത്ര കൂട്ടി മുട്ട വെച്ച അടയിരിക്കാം. നമ്മൾ കോഴിയെ പിടിച്ചു വെച്ചാൽ തള്ളക്കോഴി ചെയ്യുന്നൊരു കാര്യമുണ്ട്, ചുമ്മാ പോയി അവിടെ ഇരിക്കില്ല. സ്തോത്രം, അതെന്താ ചെയ്യുന്നത്? ചിറക് കൊണ്ട് ആ മുട്ടകളെല്ലാം തന്നെ ചിറകിൻ്റെ അടിയിലേക്ക് മാറ്റും. കൊക്ക് കൊണ്ട് ആ മുട്ടയെല്ലാം എന്ത് ചെയ്യും എന്ന് വെച്ചാൽ സ്തോത്രം, ആരും അറിയുന്നില്ലെങ്കിലും ആരും ഒന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിലും ഒന്നും നഷ്ടമായി പോകരുതെന്ന് ആ തള്ളക്കോരിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അതിനു വേണ്ടി അത്രയും കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ വാക്ക് പറയുന്നത് ശ്രദ്ധിക്കണം. നിന്റെ വിഷയത്തെ നോക്കി ആത്മാ പറയുന്നു, ഒന്നും നഷ്ടമാകാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഒന്നും നഷ്ടമാകാൻ ഞാൻ സമ്മതിക്കത്തില്ല. എനിക്കതിനകത്ത് പദ്ധതിയുണ്ട്. വെള്ളത്തിന്റെ മീതെ ദൈവാത്മാ പരിവർത്തിക്കുന്നതിന്റെ അർത്ഥം ഈ വെള്ളത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തി സംഭവിക്കാനുണ്ട്. എത്ര നാൾ ഈ വെള്ളം ഭൂമിയെ മുഴുവൻ നിറഞ്ഞു കിടന്നെന്നറിയത്തില്ല. എത്ര നാൾ ഈ ഭൂമി വെള്ളത്താൽ മൂടപ്പെട്ട് കിടന്നറിയത്തില്ല. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. എത്ര നാൾ ഈ വെള്ളം ഭൂമിയെ മൂടിക്കിടന്നാലും അത്രയും നാളും വെള്ളത്തിന്റെ മീതെ ആത്മാവുണ്ട്. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായി? നിന്റെ ജീവിത പശ്ചാത്തലം എത്ര നാളായി, എത്ര വലുതാണ്, എത്ര വർഷമായി നീ ഞാൻ അനുഭവിക്കുന്നു, അത് ദൈവത്തിന് വിഷയമല്ല. ഇന്ന് പകൽ പറ, സഭ കൺട്രോൾ കർത്താവിന്റെ കയ്യിലാണ്. ആത്മനിയന്ത്രണത്തിനകത്താണോ പിന്നെ പേടിക്കണ്ട. ആമേൻ, ആമേൻ. ആത്മനിയന്ത്രണത്തിനകത്താണോ നിന്റെ തലമുറ, ആത്മനിയന്ത്രണത്തിനകത്താണോ നിന്റെ വിഷയം, പിന്നെ നീ പേടിക്കേണ്ട ആവശ്യമില്ല. നീ നോക്കിക്കൊണ്ടിരുന്നു ഒരു ദിവസം വരാൻ പോകുക, വെള്ളം ഒരു ഭാഗത്തേക്ക് മാറും, ഉണങ്ങിയ ഭൂമി വെളിപ്പെട്ടു വരും. അതൊക്കെ ഭയങ്കര ദൂതിലേക്ക് പോകാം. അടുത്ത ദിവസങ്ങളൊക്കെ ഞാൻ ബാക്കി പറയാം, സമയമില്ലാത്തതുകൊണ്ട് നിർത്താൻ ഞാനിത്. സ്തോത്രം, വെള്ളം ഒരു ഭാഗത്തേക്ക് മാറി. പക്ഷെ അതിനു മുമ്പേ ഒന്നാമതുണ്ടായത് വെളിച്ചം ഉണ്ടാകട്ടെ. ഇരുള് വ്യാപരിച്ചടത്ത് ആദ്യം എന്തുണ്ടായി? വെളിച്ചമുണ്ടായി. ഇന്ന് പകൽ ഞാൻ ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. സകലതും ബ്ലാങ്ക് ആയി കിടക്കുകയാണെങ്കിൽ ഈ 2024 പ്രാരംഭ ഞായറാഴ്ചയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ചില മേഖലകളിൽ വെളിച്ചം ഉദിക്കാൻ പോകുകയാണ്. എല്ലാ കണ്ണുമടച്ചു പ്രാർത്ഥിച്ചോ. ബ്ലാങ്ക് ആയി പോയ മേഖലകളിൽ ഒരു വെളിച്ചം ദൈവം നൽകാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. യേശുവിന്റെ നാമത്തിൽ ഈ പ്രാരംഭ മാസത്തിൽ തന്നെ എന്റെ കർത്താവ് എന്റെ വിഷയത്തിനകത്ത് ഒരു വെളിച്ചം നൽകുമെന്ന് വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങി. പരിശുദ്ധാത്മാവ് പറയുന്നു, അവൻ ഈ പ്രാരംഭ മാസം തന്നെ, ഈ ജനുവരി മാസത്തിൽ തന്നെ എന്റെ മേലൊരു ദൈവ പ്രവൃത്തി വെളിപ്പെട്ടു വരും. എല്ലാം ബ്ലാങ്ക് ആയി കിടക്കാൻ ദൈവം അനുവദിക്കില്ല. 2023 വെളിച്ചം ഉദിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു, പക്ഷെ നടന്നില്ല. പക്ഷെ 24 പ്രാരംഭ മാസത്തിൽ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. അത് ശൂന്യമായി കിടക്കാൻ എന്റെ ദൈവം അനുവദിക്കില്ല. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ ആത്മാവ് ഇന്ന് പകലും ഇടപെട്ടതിനാൽ അങ്ങേക്ക് സ്തോത്രം. നിത്യശൂന്യങ്ങളിലേക്ക് അങ്ങ് കാലടി വെക്കണമേ. ഞങ്ങൾ ഇന്ന് പകലും ധൈര്യപ്പെടുന്നത് നിന്തമേ സ്തോത്രം, എന്നും ശൂന്യമായി കിടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. ഒരു ബ്രാക്കറ്റ് പീരീഡ് പാഴായി പോയ, കയ്യിൽ ചീത്തയായി പോയ, പുകഞ്ഞു പോയതിനെ എന്നേക്കും തള്ളിക്കളയാതെ ഹല്ലേലൂയ ചേർത്ത് നിർത്തുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ വീണ്ടും കത്തിജ്വലിക്കണമെന്നും ഞങ്ങൾ പാത്രമായി മാറണമെന്നും
ഞങ്ങളിൽ നിന്ന് മുള പൊട്ടി പുറപ്പെടണമെന്നും ഞങ്ങൾ അത് മനോഹരമായി മാറണമെന്നും ഞങ്ങൾ പ്രവർത്തന സജ്ജരാകണമെന്നും ഞങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും ദൈവത്തിന്റെ പദ്ധതിയാകയാൽ ഇന്ന് പകലും ഞങ്ങൾ ആത്മാവിൽ ആ ദൂതിനെ സ്വീകരിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശൂന്യമായി പോയ ചിലതിനെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ റീക്രിയേറ്റ് ചെയ്യുന്ന ദൈവാത്മാവിന്റെ പരിവർത്തനം ഇപ്പോൾ ഉണ്ടാകട്ടെ. ചില ഹൃദയങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് റീക്രിയേറ്റ് ചെയ്യണമേ. ദൈവത്തിൽ നിന്ന് അകന്നു മാറി ശൂന്യമായി പോയ ചില വ്യക്തി മേഖലകളിൽ, ചില ഹൃദയ മേഖലകളിൽ, ചില ആത്മമേഖലകളിൽ ദൈവ പ്രവൃത്തിയുടെ ചലനങ്ങൾ ഇന്ന് പകൽ സംഭവിക്കപ്പെടേണ്ടതിന്, ബ്ലാങ്കായി പോയ ചില മേഖലകളിൽ ദൈവിക വെളിച്ചം ഉദിക്കേണ്ടതിന് ഞാൻ ആത്മാവിൽ കൽപ്പിച്ചാക്കുന്നു. സ്വർഗമതി ചെയ്യുന്നതിനാൽ അങ്ങേക്ക് നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ കരഘോഷമൂർത്തി കർത്താവിന്റെ നന്ദി പറയാം.